നിലമ്പൂരിൽ പുതിയ മുസ്ലിം പള്ളിക്ക് അനുമതി നിഷേധിക്കലിൽ കേരള ഹൈക്കോടതി ഉത്തരവിനെ വിമർശിച്ച് സുപ്രീം കോടതി 100 മുസ്ലിം പള്ളികൾ ഉണ്ടെന്ന് പറഞ്ഞ് പുതിയതിന് അനുമതി നിഷേധിക്കുന്നത് എങ്ങനെയെന്ന് സുപ്രീം കോടതി ചോദിക്കുകയാണ്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, വളരെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൗരവതരമായിട്ടുള്ള ചോദ്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏത് പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ഇപ്പോൾ കോടതിയുടെ മുമ്പിലേക്ക് കേസ് എത്തുന്നത്? എന്താണ് ഹർജി എത്തിയത്? എങ്ങനെയാണ് കോടതിയുടെ ഇടപെടൽ? ഈ മലപ്പുറത്തെ നിലമ്പൂരിൽ ഈ വാണിജ്യ കെട്ടിടം പള്ളിയാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൂറുൽ ഇസ്ലാം സാംസ്കാരിക സംഘം എന്ന ഒരു സംഘടന മലപ്പുറം ജില്ലാ കളക്ടർക്ക് ഒരു അപേക്ഷ നൽകിയിരുന്നു. ഈ അപേക്ഷ ജില്ലാ കളക്ടർ നിരസിക്കുകയാണ് ഉണ്ടായിരുന്നത്. ജില്ലാ കളക്ടർ ചൂണ്ടിക്കാണിച്ചത് ഈ വാണിജ്യ സമുച്ചയം നിലനിൽക്കുന്ന പ്രദേശത്ത് ഏതാണ്ട് അതിൻ്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ 36-ലധികം മുസ്ലിം പള്ളികളുണ്ട്. അതുകൊണ്ട് ഇനി മറ്റൊരു മുസ്ലിം പള്ളിക്ക് അനുമതി നൽകാൻ വേണ്ടി കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ജില്ലാ കളക്ടർ ഈ അനുമതി നിഷേധിച്ചിരുന്നത്. ഇതിനെതിരെ ഈ പറയുന്ന സംഘടന, അതായത് നൂറുൽ ഇസ്ലാം സാംസ്കാരിക സംഘം കേരള ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും കേരള ഹൈക്കോടതി അക്കാര്യത്തിൽ ഈ മലപ്പുറം ജില്ലാ കളക്ടറുടെ തീരുമാനം ശരിവെക്കുകയാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് കോടതി പറഞ്ഞത് ഇങ്ങനെ മുക്കിന് ആരാധനാലയങ്ങൾ വരുന്നതിന് കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഈ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് നൂറുൽ ഇസ്ലാം സാംസ്കാരിക സംഘം എന്ന സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയിൽ നിന്ന് ജസ്റ്റിസുമാരായ JB പർദിവാലയും അലോക് ആർദ്രയും അടങ്ങുന്ന ബെഞ്ചായിരുന്നു ഈ ഹർജി പരിഗണിച്ചിരുന്നത്. ഈ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് JB പർദിവാല ചോദിച്ചത്, 100 പള്ളി ഒരു പ്രദേശത്ത് ഉണ്ട് എന്ന്, ഒരു മുസ്ലിം പള്ളികൾ ഉണ്ട് എന്ന കാരണത്താൽ മറ്റൊരു പുതിയ പള്ളിക്ക് അനുമതി നിഷേധിക്കാൻ എങ്ങനെ കേരള ഹൈക്കോടതിക്ക് സാധിക്കുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഈ കാര്യത്തിൽ കേസിലെ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതി പറഞ്ഞത് ഈ ഹർജിക്കാരോട് നിലവിൽ അവിടെ മുസ്ലിം പള്ളി പണിയുന്നതുമായുള്ള നടപടികളിലേക്ക് കടക്കരുത്, ഈ വിഷയത്തിൽ ഒരു രമ്യമായ പരിഹാരം തങ്ങൾ കണ്ടെത്തുമെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും കേരള ഹൈക്കോടതിയുടെ മുന്നുത്തരവിനെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ജസ്റ്റിസ് JB പർദിവാലയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. കാരണം ആ ഉത്തരവിൽ ഈ കേരളത്തിൽ അനധികൃതമായി ഇങ്ങനെയുള്ള ആരാധനാലയങ്ങളും മറ്റുമുണ്ടെങ്കിൽ അവയ്ക്കെതിരെ കർശന നടപടി എടുക്കണമെന്നൊക്കെ കേരള ഹൈക്കോടതി പറഞ്ഞിരുന്നു. സ്റ്റേ ചെയ്തിട്ടില്ല, പക്ഷേ ഈ 100 പള്ളികൾ ഉണ്ടെങ്കിലും എന്തിനൊരു പള്ളിക്ക്, പുതിയൊരു പള്ളിക്ക് അനുമതി നിഷേധിക്കുന്നതിന്റെ പശ്ചാത്തലം എന്തെന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അതേസമയം നിർമ്മാണം ഇപ്പോൾ തുടങ്ങരുത്, രമ്യമായി പരിഹരിക്കാൻ ഇടപെടാമെന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി അതിലൊരു പരിഹാരം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എങ്ങനെയായിരിക്കും കോടതി ഇടപെടൽ? അക്ഷയ, സ്വാഭാവികമായും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള വിശദീകരണം സുപ്രീം കോടതി ഇന്ന് തേടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. തുടർന്ന് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ, അതായത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ കളക്ടറിൻ്റെ ഉൾപ്പെടെയുള്ള നിലപാട് കേട്ടതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു രമ്യമായ പരിഹാരം തങ്ങൾ കണ്ടെത്തുമെന്ന് ജസ്റ്റിസ് JB പർദിവാലയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളാണ്. നിലമ്പൂരിൽ പുതിയ പള്ളി പണിയുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് നിഷേധിച്ചതിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ ഹർജിക്കാർ സമീപിച്ചത്. അപ്പോൾ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടില്ല. പക്ഷേ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് 100 മുസ്ലിം പള്ളികൾ ഉണ്ടെന്ന് പറഞ്ഞ് എന്തുകൊണ്ട് പുതിയതിന് അനുമതി നിഷേധിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു വെച്ചിട്ട് പെട്ടെന്ന് നിർമ്മാണം തുടങ്ങരുത് എന്നുള്ള കാര്യവും കോടതിയുടെ ഭാഗത്ത് നിർദ്ദേശമുണ്ട്. സംസ്ഥാന സർക്കാരിനോട് ഉൾപ്പെടെ വിഷയത്തിൽ കോടതി വിശദീകരണം തേടുകയും ചെയ്തിരിക്കുന്നു.